ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രഞ്ജിതയെയും ആ വക്കീലിനെയും വഴിയിൽ വെച്ച് പിടിച്ചിരിക്കുകയാണ് സുമിത്ര. പക്ഷേ സുമിത്ര രഞ്ജിതയുടെ അടുത്തേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത ആ വക്കീലിനെ മാറ്റിയിട്ട് വേറൊരാളെ അവിടെ നിർത്തുകയും ചെയ്തു. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ വക്കീലല്ല, ഞാൻ വക്കീലിനെയാണല്ലോ കണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വഴി കിടന്ന് ഭയങ്കര ബഹളമാണ് സുമിത്ര. അപ്പോൾ ഇത് കേട്ട രഞ്ജിതയാണെങ്കിൽ നിങ്ങൾക്ക് എന്നാ ഭ്രാന്തുണ്ടോ? ഞാനൊരു വക്കീലിനോട് സംസാരിച്ചൊന്നുമില്ല, നിങ്ങൾ ഭ്രാന്ത് പറയാതെ പോകാനായിട്ട് നോക്ക്. ഇല്ല, ഞാൻ കണ്ടത് വക്കീലിനെ തന്നെയാണെന്ന് സുമിത്ര തുറന്നടിച്ച് പറയുകയാണ്. അപ്പോൾ ഇത് കണ്ട രഞ്ജിതയെ സമ്മതിക്കോ? രഞ്ജിത സമ്മതിക്കുന്നുമില്ല. അപ്പോൾ അവിടെ കിടന്ന് വീണ്ടും ബഹളമായി. അങ്ങനെ ആ വഴിയിൽ നിന്നേച്ച ആൾക്കാർ മുഴുവനും ഇവരുടെ സംസാരം തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ശീതൾക്കാകെ പേടി തോന്നിട്ട്, അമ്മേ വാമമ്മേ പോകാം, അമ്മ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട അമ്മ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു അമ്മേ, വാമേ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് മോളെ എന്നാൽ ഇങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റുമോ? ഇവർ ചെയ്ത് കൂട്ടുന്നത് കണ്ടില്ലേ? തെറ്റിന് നേരെ നമുക്ക് പ്രതികരിക്കണ്ടേ മോളെ? അമ്മേ ഇപ്പം ഏതായാലും വേണ്ട അമ്മേ, വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് ഈ സുമിത്രയെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രഞ്ജിതയ്ക്ക് ആകെ ടെൻഷനൊക്കെ തോന്നുകയാണ്. ഇനി ഇവള് വെറുതെ ഇരിക്കില്ല, കാരണം ആ വക്കീലിനെ കണ്ടെത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ അതൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ രഞ്ജിത നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പൂജയാണ്. അപ്പോൾ പൂജയാണെങ്കിൽ അപ്പുവിനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നു, എന്നിട്ടും അപ്പു അങ്ങോട്ട് എത്തുന്നില്ല. അപ്പോൾ ഈ പൂജയെ ഫോളോ ചെയ്ത് വന്നിരിക്കുകയാണല്ലോ പങ്കജും. അപ്പോൾ പങ്കജ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവിടെ ആരാണ് ഈ നോക്കി നിൽക്കുന്നത്? ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താണ്? ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിൽപ്പ് തന്നെയാണ്, എന്നാലും അതാരാണെന്നൊന്ന് അറിയണമല്ലോ എന്ന് ചിന്തിച്ച് പങ്കജ് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ദേ നിൽക്കുന്നു നമ്മുടെ അപ്പു ദേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓഹോ, അപ്പം ഇവനെ കാത്തുകൊണ്ടാണ് നിൽക്കുന്നതല്ലേ? ഇപ്പം ശരിയാക്കി തരാം. ഏതായാലും പൂജയുടെ മനസ്സിലെ പ്രണയം അവനോട് തുറന്നു പറയാനായിട്ട് പോവുകയായിരിക്കും. അതിന് ഞാൻ അനുവദിക്കോ? അതിന് ഒരിക്കലും ഞാൻ അനുവദിക്കാനായിട്ട് പോകുന്നില്ല. ഇപ്പം കാണിച്ചുതരാമെന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് ഒന്നും അറിയാത്ത രീതിയിൽ ഫോണും ചെവിയിൽ വെച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങോട്ട് നടന്ന് നേരെ ഈ അപ്പവും വരികയാണ്. അപ്പം അപ്പവും കാണുന്നില്ല പങ്കജിനെ. അപ്പം ഈ അപ്പുവിനെ നേരെ ചെന്ന് ഇടിക്കുകയാണ് ഈ പങ്കജ്. അയ്യോ സോറി കേട്ടോ. നീയായിരുന്നു അപ്പു? എന്താ അപ്പു ഇവിടെ? മനസ്സിലായി, പൂജയെ കാണാൻ വേണ്ടി വന്നാണല്ലേ? ഇത് കേട്ട് അപ്പു ആകെ ഞെട്ടിത്തരിച്ചിട്ട്, എങ്ങനെ മനസ്സിലായി? ഞാൻ പൂജയെ കാണാൻ വന്നതാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാനല്ലേ പൂജയെ ഡ്രോപ്പ് ചെയ്തത്, അപ്പം പിന്നെ എനിക്കറിയാൻ പാടില്ലേ? പൂജ എന്നോട് പറഞ്ഞായിരുന്നു അപ്പു കാണാനായിട്ട് വരുന്നു. ഞാൻ അവളോട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു എന്നേ. പെട്ടെന്നാണ് പൂജയ്ക്ക് ഓർമ്മ വന്നു നീ കാണാൻ വരുമെന്ന്. പെട്ടെന്ന് പറഞ്ഞു, പങ്കജെ പെട്ടെന്ന് പോയിക്കോ, നിന്നോട് അധികം നേരം സംസാരിക്കാനായിട്ട് പറ്റില്ല. അപ്പു കണ്ടു കഴിഞ്ഞാൽ ഏതായാലും എന്നോട് അരിശപ്പെടും. നിന്നെ കാണുന്നത് അപ്പുവിന് ഇഷ്ടമല്ലേ? നമുക്ക് അപ്പു ഇല്ലാത്ത സമയത്തൊക്കെ സംസാരിക്കാം, അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷേ അപ്പുവിൻ്റെ മുന്നിൽ വെച്ച് ഏതായാലും നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കരുത് എന്നൊക്കെ ഈ പങ്കജാണെങ്കിൽ ഭയങ്കര കള്ളത്തരം പറയാണ്. ഓഫീസിലാണെങ്കിൽ ഞാൻ സംസാരിക്കാതെ അവൾക്കൊരു തൃപ്തി ഉണ്ടാവില്ലെന്നേ. അപ്പം ഇതൊക്കെ കേട്ട് അപ്പുവിനാണെങ്കിൽ ആകെ കലി വന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എന്ത് പറയാനായിട്ടാണ്? ഈ പങ്കജിനെ ആണെങ്കിൽ കണ്ണിന് നേരെ കണ്ടുകൂടല്ലോ നമ്മുടെ അപ്പുവിന്. അപ്പം അപ്പുവിൻ്റെ മനസ്സിലിങ്ങനെ കുശുമ്പ് കയറ്റാൻ വേണ്ടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പറയണം. ഏതായാലും നീ ചെല്ല്, കുറേ നേരമല്ലേ പൂജ കാത്തുകൊണ്ട് നിൽക്കുന്നു. പൂജ ഇങ്ങനെ സങ്കടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നീ ചെല്ല്, ഞാൻ ഏതായാലും പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് വീണ്ടും എടാ അപ്പു, ഒരു കാര്യം കൂടി പറയാനുണ്ട്. എത്രയും പെട്ടെന്നൊന്ന് അവളെ വിട്ടോളിനെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് രാത്രിക്ക് ഒരു പാർട്ടിക്ക് പോകാനുള്ളതാ, അതുകൊണ്ട് എത്രയും പെട്ടെന്നൊന്ന് വിട്ടോളണേ എന്നും പറഞ്ഞ് പങ്കജ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പങ്കജ് പോയി കഴിഞ്ഞപ്പോഴേക്കും അപ്പുവിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അപ്പു നേരെ പൂജയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പോവുകയാണ്. അങ്ങനെ പൂജയാണെങ്കിൽ കാത്തിരുന്ന് മടുത്തിതെന്താ അപ്പോട്ടും വരാത്തത്, ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്തായാലും അപ്പോട്ടും വരുമ്പോൾ തന്നെ അപ്പോട്ടുണ്ട് എൻ്റെ പ്രണയം തുറന്നു പറയണം. തുറന്നു പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നത്? അങ്ങനെ അപ്പുവിനെ ഫോൺ എടുത്ത് വിളിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ പൂജ. അങ്ങനെ വിളിക്കുമ്പോൾ അപ്പുവിൻ്റെ ഫോണിലേക്ക് കോളും വരികയാണ്. പക്ഷേ അപ്പോൾ അത് എടുക്കാൻ നിൽക്കുന്നില്ല. പൂജയാണെങ്കിൽ ചെവിയിലും വെച്ചുകൊണ്ട് ഇങ്ങനെ ഫോണും നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അപ്പുവിന് കലിയും വന്നുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ നേരെ പൂജയുടെ അടുത്തേക്ക് ചെന്നിട്ട് അപ്പോട്ടും വന്നോ എന്ന് പൂജ ചോദിക്കുകയാണ്. എന്താ നിനക്കെന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അപ്പോട്ടാ നമുക്കങ്ങോട്ട് മാറിയിരിക്കാനോ? എന്തിനിപ്പോൾ മാറിയിരിക്കുന്നത്? എന്താ അപ്പോട്ടിന് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് മാറിന്ന് സംസാരിക്കാം പോട്ടാ, നീ ഉള്ള കാര്യം പറ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോയി നേരെ ബീച്ചിൻ്റെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ പൂജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം, ദൈവമേ ഞാനിത് ആദ്യമായിട്ടാണ് ഒരാളോട് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, ഒരു സ്റ്റാർട്ടിങ് ട്രബിള്, എന്നാലും പറയണമല്ലോ, എന്തായാലും എന്ന് പറഞ്ഞാൽ മതിയാവള്. പൂജേ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്താന്ന് വെച്ചാൽ പറ, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. എന്താ പോയിട്ട് ഇത്ര തിരക്ക്? ഞാൻ പറയാനുള്ളത് ഒന്ന് കേൾക്കപ്പോട്ടാ.
അങ്ങനെ കേൾക്കാതെ പോയാൽ ശരിയാവില്ലല്ലോ. എന്നാ പറ, എന്താണെന്ന് വെച്ചാൽ പറയാന്നെങ്കിൽ ഞാൻ പോട്ടെ. അയ്യോ പോകല്ലേ അപ്പോട്ടാ. അപ്പോട്ടാ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നലെ തന്നെ അപ്പോട്ടിനെ കാണണമെന്ന് വിചാരിച്ചതാ, പക്ഷേ ഓഫീസിൽ നിറയെ തിരക്കായി പോയി അപ്പോട്ടാ. ഇത് കേട്ട അപ്പു ആണെങ്കിൽ നിനക്ക് തിരക്ക് പൂജേ, എൻ്റെ മുന്നിൽ കിടന്ന് നീ കൂടുതൽ അഭിനയിക്കാനായിട്ട് നിൽക്കണ്ട. നിനക്ക് എന്താണ് തിരക്ക് ഏതാണ് തിരക്കെന്നൊക്കെ എനിക്കറിയാം. നിനക്ക് ഓഫീസിൽ തിരക്ക് പോലും ഇല്ല പോട്ടാ. ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ദേ ഓഫീസിൽ ഭയങ്കര തിരക്ക്, അത് കഴിഞ്ഞപ്പോൾ മീറ്റിങ്ങോട് മീറ്റിങ്. എനിക്കറിയാം നിനക്ക് പങ്കജിൻ്റെ കൂടെ ഇരിക്കുന്നതല്ലേ മീറ്റിങ്. അപ്പോട്ടാ എന്താ അപ്പോട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേ പൂജെ, എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ ഡയലോഗിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം ഈ പങ്കജിൻ്റെ കൂടെ സംസാരിക്കുന്നതും ഒക്കെ നിനക്ക് ഭയങ്കര ഹോബിയാണെന്ന് എനിക്കറിയാം. പങ്കജിനൂടെ സംസാരിക്കാൻ വേണ്ടിയല്ലേ നീ എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോട്ട് ഇങ്ങനെയൊന്നും പറയരുത് അപ്പോട്ടാ. എനിക്ക് എൻ്റെ അപ്പോട്ടിനെ, പഴയ അപ്പോട്ടിനെ തിരിച്ചു വേണം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും സോറി അപ്പോട്ടാ. വീട് മാറിയതിന് അപ്പോട്ടിന് വല്ലത് സങ്കടമെന്ന് എനിക്കറിയാം, പക്ഷേ അപ്പോഴത്തെ സാഹചര്യം എനിക്ക് അങ്ങനെയായി പോയി അപ്പോട്ടാ. അതുകൊണ്ടാ എല്ലാത്തിനും സോറി. എനിക്ക് എൻ്റെ പഴയ അപ്പോട്ടിനെ തിരിച്ചു വേണം അപ്പോട്ടാ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇല്ല, ഒരിക്കലും പഴയ അപ്പുവിനെ നിനക്ക് തിരിച്ചു കിട്ടില്ല. ആ പഴയ അപ്പു മരിച്ചുപോയി. അപ്പോട്ടാ ഇങ്ങനെയൊന്നും പറയരുത് അപ്പോട്ടാ, എനിക്ക് സങ്കടമാകും അപ്പോട്ടാ. നിനക്ക് സങ്കടോ? നിനക്ക് എന്തിനാ സങ്കടം? നിനക്ക് പങ്കജുണ്ടല്ലോ, പങ്കജിൻ്റെ ഒപ്പം കൂടെ ഇരിക്കുന്നതല്ലേ നിനക്ക് സന്തോഷം. അപ്പോൾ പിന്നെ ഈ അപ്പുവിനെയൊക്കെ ആരെ ശ്രദ്ധിക്കാനായിട്ട്? നീ എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. വേണ്ട അപ്പോട്ടാ, നിർത്ത് അപ്പോട്ട് ഇനി കൂടുതൽ സംസാരിക്കണ്ട. എൻ്റെ ഉള്ള സന്തോഷം പോയി അപ്പോട്ടാ. എൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളെല്ലാം അപ്പോട്ടിനോട് പറയണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. പക്ഷേ എല്ലാം തകർന്നു അപ്പോട്ടാ. എനിക്കിനി ഒന്നും പറയാനില്ല. എനിക്കിനി അപ്പോട്ടിനോട് മുന്നിൽ സംസാരിക്കാൻ പറ്റത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പൂജ പോവുകയാണ്. അപ്പോൾ പൂജ പോയി കഴിഞ്ഞപ്പോഴേക്കും അപ്പോന് വീണ്ടും സങ്കടമായി. പക്ഷേ ഇവർ സംസാരിക്കുന്ന നല്ല ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പങ്കജ്. അപ്പോൾ പങ്കജിൻ്റെ ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സന്തോഷമായി. ഇനി വേണം എടാ അപ്പു, നിന്നെയും പൂജയും കൂടി ഒരുമിപ്പിക്കാനാണോ ഞാൻ വന്നിരിക്കുന്നത്? ഒരിക്കലുമില്ല. അവളെ ഒരിക്കലും നിനക്ക് കിട്ടാനായിട്ട് പോകുന്നില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് മനസ്സിലിങ്ങനെ ചിന്തിച്ച് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വരമോളുടെ വീടാണ്. അപ്പോൾ സ്വരമോളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ അതിനിടയിൽ മുത്തശ്ശനാണെങ്കിൽ ഏതായാലും അനിരുദ്ധ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഈ അനന്യയ്ക്ക് എന്നാത്തിൻ്റെ കേടുണ്ടായിട്ടാണ്? എന്തിനാണ് ഇപ്പോൾ അനിരുദ്ധിനോട് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത്? അവൾക്ക് വേറെ പണിയുന്നില്ലതേ. വേണ്ട, സ്വരമോള് വരാനായി, അവളുടെ സന്തോഷമല്ലേ, നമ്മൾ അവളുടെ സന്തോഷം കെടുത്താനായിട്ട് നിൽക്കണ്ട. ഇപ്പം ഏതായാലും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതേ. സ്വരമോളുടെ വണ്ടി വന്നിട്ടുണ്ട്, നീ പോയി അവളെ വിളിച്ചുണ്ടെന്നേ. പിന്നെ ഞാനെന്തിനാണ് അവളെ പോയി വിളിക്കുന്നത്? അവൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളും. എനിക്ക് അനുകരിച്ച് കൊണ്ടുവരാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവൾ വന്നേക്ക് ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ പാവം കൊച്ച് ഭയങ്കര സങ്കടപ്പെട്ട് അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ മുത്തശ്ശൻ അങ്ങോട്ട് വന്നിട്ട്, എന്തു പറ്റി സ്വരമോളെ, ഇന്ന് നേരത്തെയാണല്ലോ? അപ്പോൾ ഈ അമ്മുമ്മയാണെങ്കിൽ നേരത്തെ ആവും, ആനുവൽ ഡേ ഒക്കെ തുടങ്ങുമല്ലേ, അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ നേരത്തെ വിടും. അല്ല മോളുടെ മുഖത്തെന്താ ഒരു സങ്കടം? എന്തു പറ്റി? അല്ലെങ്കിൽ ഈ കൊച്ചു മോന്തയും വെറുപ്പിച്ചല്ലിരിക്കുള്ളത് അമ്മുമ്മയും പറയുകയാണ്. അപ്പോൾ സ്വരമോളോട് ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന്. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനോടാണെങ്കിൽ അത് പിന്നെ സ്വരമോളുടെ ടീച്ചർ പോയെന്നോ? അതെ, മ്യൂസിക് ടീച്ചർ പോയി. ആഹാ. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മുമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവർ പോയോ? എന്താ പോകാനുള്ള കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശനോട്, അതെ, കഴിഞ്ഞ ദിവസേ കുട്ടികൾ ഒന്നും ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫീസ് അടയ്ക്കാത്ത കുട്ടികളെ എല്ലാവരെയും പ്രിൻസിപ്പൽ സാറ് പുറത്തു നിർത്തിയപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ടീച്ചറമ്മയ്ക്ക് ആകെ സങ്കടം തോന്നി. അപ്പോൾ ടീച്ചറമ്മ നേരെ വന്ന് എല്ലാത്തിനും ഒരു പരിഹാരമൊക്കെ ആയിട്ട് അതിനെല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് കുട്ടികളെല്ലാം വീണ്ടും ക്ലാസ്സിനുള്ളിലേക്ക് ഇരുത്തി. പക്ഷേ അതൊന്നും അവിടുത്തെ മേഡത്തിന് ഇഷ്ടപ്പെട്ടില്ല. ആ മേഡം ടീച്ചർക്കെതിരെ പരാതി കൊടുത്ത് ടീച്ചർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ടീച്ചർ ജോലി രാജിവെച്ചു, സ്വയം ജോലി രാജിവെച്ചതാ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്വരമോൾക്ക് ആകെ സങ്കടമായി. ഇതൊക്കെ കേട്ട നമ്മുടെ മുത്തശ്ശനാണെങ്കിലും, മോളെ സങ്കടപ്പെടേണ്ട കേട്ടോ, ദേ ഇപ്പം സങ്കടപ്പെട്ടല്ലേ സ്വരമോള് വന്നത്. പക്ഷേ സ്വരമോൾക്ക് സന്തോഷം തരുന്നൊരു കാര്യം മുത്തശ്ശൻ പറയട്ടെ. സന്തോഷം തരുന്ന കാര്യമോ? എന്താ മുത്തശ്ശൻ സന്തോഷം തരുന്ന കാര്യം പറയാനുള്ളത്? അതെ, മോളുടെ ഡാഡി വരുന്നുണ്ട്. പിന്നെ ചുമ്മാ പറയല്ലേ മുത്തശ്ശൻ എന്നോട് കള്ളം പറയുകയാണ്. ഇല്ല മോളെ, മുത്തശ്ശന് ഈ കാര്യം കള്ളം പറയാൻ തോന്നുന്നുണ്ടോ? മോളുടെ ഡാഡി വിളിച്ചായിരുന്നു. മോളുടെ ഡാഡി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അല്ലെങ്കിലും ഈ സ്വരമോളെ കാണാതിരിക്കാനായിട്ട് ഡാഡിക്ക് പറ്റുമോ?
എത്ര നാളെന്ന് വെച്ചാ അൻ്റെത് മോളെ കാണാതിരിക്കുന്നത്? ആണോ മുത്തശ്ശ? എനിക്ക് സന്തോഷമായി. അപ്പം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ ഡാഡി എന്നെ കാണാനായിട്ട് വരുമല്ലേ? ചിക്കു പറഞ്ഞത് കേട്ടില്ല ചിക്കു? എൻ്റെ ഡാഡി എന്നെ കാണാനായിട്ട് വരുമെന്ന്. ഈ സ്വരമോൾക്ക് ഒത്തിരി സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഈ മുത്തശ്ശനാണെങ്കിൽ അമ്മുമ്മയോട് ദേ കേട്ടില്ലേ, സ്വരമോളുടെ സന്തോഷം കണ്ടില്ലേ? എന്നാലും അവൻ ഇവിടെ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണെന്നേ. അവൾ എന്ത് ഭാവിച്ചാണ്? അനന്യ എന്തിനാണ് അനിരുദ്ധനെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്? അത് വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പറയുകയാണ്. എന്തിനാണ് നീ ഒന്ന് കുറച്ച് ദിവസത്തേക്ക് ക്ഷമിക്ക്. ദേ ക്ഷമിച്ചെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. കുഞ്ഞിൻ്റെ സ്നേഹമല്ലേ, അവളുടെ സന്തോഷമല്ലേ, അത് നമ്മളായിട്ട് എന്തിനാണ് കിടത്തി കളയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ്. പിന്നീട് കാണിക്കും നമ്മുടെ സരസ്വതി അമ്മ. അപ്പം സരസ്വതി അമ്മയാണെങ്കിൽ ആകെ ഫോൺ വിളിയാണ്. ആ വന്നേക്കാം, മീറ്റിംഗ് അല്ലേ? ആ ഏതായാലും നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടാനായിട്ട് പോവുകയല്ലേ, ആ സമയത്ത് എന്നെ മറന്നില്ലല്ലോ നിങ്ങൾ, എനിക്ക് വളരെയേറെ സന്തോഷമായി എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ വയ്ക്കുകയാണ്. അപ്പോൾ ഫോൺ വെച്ചിട്ട് ഏതായാലും ആ ഒരു സംഗമത്തിന് പോകണം, എന്നാലേ ശരിയാവുള്ളൂ. കാരണം അവിടെ പണക്കാരും നല്ല ആഡംബരക്കാരും ഒക്കെ വരും. അവരോടൊക്കെ നല്ല കമ്പനി ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ കമ്പനി ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ എനിക്ക് അവിടെ ഒരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഉടുത്തിട്ട് പോകാൻ നല്ലൊരു സാരി ഇല്ലല്ലോ. ആ സുമിത്രയുടെ സാരി ഉണ്ടാകും, സുമിത്രയുടെ സാരി ഉടുത്തിട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം സുമിത്രയും പൂജയൊന്നും അവിടെ ഇല്ലല്ലോ, അവരാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണല്ലോ. അത് പൂജയാണ്, സുമിത്രയാണെങ്കിൽ ശീതളിൻ്റെ വീട്ടിലേക്കും പോയിരിക്കുന്നു. അപ്പോൾ ഈ സരസ്വതി അമ്മയാണെങ്കിൽ പതിയെ ആ റൂമിലേക്ക് കയറി, സുമിത്രയുടെ റൂമിലേക്ക് കയറി അലമാരി തുറന്നിട്ട് സാരികളെല്ലാം നോക്കിയണാ, ഇതിലേതെങ്കിലും സാരി ഉടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാരി ഇങ്ങനെ മാറ്റി നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതിൽ പൈസ ഇരിക്കുകയാണ്. അന്ന് ആ ചിത്ര കൊടുത്ത ആ പൈസയാണ് ഇരിക്കുന്നത്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ, സുമിത്രയുടെ കയ്യിൽ ഇത്രയും പൈസയോ? അവൾക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ? ഏതായാലും ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ, എന്നിട്ട് ഇത് വെച്ച് നല്ലൊരു സാരി മേടിക്കണം. ഈ സരസ്വതിയോടാണ് കളി. ഇനി സരസ്വതിയുടെ കളി കണ്ടോ? ഈ നല്ല സാരിയെ കൊടുത്ത് നല്ല ആഡംബരമായിട്ട് തന്നെ അവരുടെ മുന്നിലേക്ക് ചെല്ലണം. ഏതായാലും ഇതെൻ്റെ കയ്യിൽ കിടന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ആ പണം അങ്ങോട്ട് ഇസ്ക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്രയും അതേപോലെ തന്നെ ശീതളും കൂടി ശീതളിൻ്റെ വീട്ടിലെത്തിരിക്കണം. അപ്പോൾ ശീതളിൻ്റെ വീടാണെങ്കിൽ അതിഗംഭീര വീട്, അടിപൊളി വീട് കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ് സുമിത്രയ്ക്ക് സന്തോഷമായി. അങ്ങനെ വാമ്മയെന്ന് വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറിയപ്പോൾ അതിനേക്കാളും ഗംഭീരം അടിപൊളി വീടാണ്. അപ്പോൾ ആ വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സുമിത്ര, ഷോ ഇത്രയും വൃത്തിയും വെടിപ്പുള്ള വീട്, ദേ വീടായാലും മോളെ ഇങ്ങനെ ഇരിക്കണം, എത്ര വൃത്തിയാണ് ഈ വീടിന്. അപ്പം ഇത് കേട്ട ശീതളാണെങ്കിൽ, അമ്മയുടെ അല്ലേ മകള്, ഞാനല്ലേ ഇവിടെ ഗൃഹനാഥ, അപ്പൊ പിന്നെ വീടെല്ലാം ഞാൻ അടിപൊളിയായിട്ടല്ലേ വെക്കുള്ളൂ. ആഹാ, മോളാണ് ഇവിടുത്തെ ഗൃഹനാഥ. അപ്പോൾ സച്ചിൻ്റെ അമ്മ എവിടെ? അത് പിന്നെ അമ്മേ, സച്ചിൻ്റെ അമ്മ നാട്ടിലാ, അവിടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഓഹോ, അപ്പോൾ അവരവിടെയാണല്ലേ. അപ്പം മോളെ സച്ചിൻ്റെ കൂടെ തന്നെയല്ലേ, സച്ചിൻ ഇവിടെ തന്നെ ഇല്ലേ എന്നൊക്കെ എനിക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ എവിടെ? സച്ചിൻ ഇവിടെ തന്നെയുണ്ട് അമ്മേ. അമ്മ വാ, അമ്മ ഇവിടെ ഇരിക്കുക, വിശേഷങ്ങളെല്ലാം ചോദിക്കട്ടെ. അതെ, വിശേഷങ്ങളെല്ലാം ചോദിക്കാനുണ്ട്, മോളും വന്ന് ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവിടെ രണ്ടുപേരും ഇരുന്നിട്ട് സുമിത്ര കുറച്ച് കുപ്പിവെള്ളം എടുത്ത് ശീതളിൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കണം. എന്താ അമ്മ ഇതെന്നൊക്കെ ചോദിക്കുകയാണ്. മോൾക്ക് ഇത്തരത്തിലുള്ള വളകളെല്ലാം ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആഹാ, ഇതൊക്കെ കൊണ്ടുവരാനാണോ അമ്മ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്? അല്ല, എനിക്ക് മോളോട് ചില കാര്യങ്ങളെല്ലാം ചോദിച്ചും അറിയാനൊക്കെ ഉണ്ട്. പിന്നെ സച്ചിനെയും കാണണം, സച്ചിനെയും കണ്ടിട്ട് കുറേ ആയല്ലോ, അതുകൊണ്ട് സച്ചിനെയും കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം. എവിടെ? സച്ചിനെ വിളിക്കും മോളെ. ഇത് കേട്ട ശീതളാണെങ്കിൽ ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശീതൾ ഒരു പുതപ്പ് ഇങ്ങനെ പുതച്ചിട്ടുണ്ട്, എന്തൊക്കെയോ പ്രശ്നമുണ്ട് നമ്മുടെ ശീതളിന്. അപ്പോൾ അമ്മ ഏതായാലും അമ്മ ഇവിടെ ഇരിക്കുക, ഞാൻ അമ്മയ്ക്ക് കുടിക്കാൻ ചായ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശീതൾ നേരെ പെട്ടെന്ന് വെപ്രാളത്തോടു കൂടി തന്നെ അടുക്കളയിലേക്ക് കയറി പോവുകയാണ്. അപ്പോഴും സുമിത്രയ്ക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. അപ്പോൾ ശീതളിന് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ട്. ശീതൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതെന്താണ് കാരണം, എങ്ങനെയാണ് കാരണം എന്നൊക്കെ അറിയാനായിട്ടാണ് സുമിത്ര അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കണം. നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ.